Discover, learn, achieve. Empowering young minds for a promising future. Admissions open for next academic year. Pre-KG to class 12. Lakshmi Narayana Vidya Niketan, Palapuram and Lakshmi Narayana Junior School, Ottapalam. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നഗരസഭ തയ്യാറായില്ല എങ്കിൽ വലിയ ജനകീയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി UDF കൗൺസിലർ NK ജയരാജൻ. ഒറ്റപ്പാലം നഗരസഭയിലെ 39 വാർഡുകളിലെയും റോഡ് തോടായ അവസ്ഥയിലാണെന്നും കിണറുപോലെയുള്ള കുഴികളാണ് റോഡുകളിൽ രൂപപ്പെട്ടിരിക്കുന്നതെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നും UDF കൗൺസിലർ NK ജയരാജൻ പറഞ്ഞു. റോഡുകൾ ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ റോഡുകളും വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. മഴ തുടങ്ങിയതോടു കൂടിയിട്ട് റോഡുകളെല്ലാം തോടുകളായി മാറുന്ന സാഹചര്യവും പല റോഡുകളിലും കിണർ പോലുള്ള കുഴികളും രൂപപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് റോഡുകൾ എത്തിയിരിക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഇല്ല എന്ന് വേണം പറയാൻ. ഒരു വാർഡിലേക്ക് റോഡുകളുടെ നവീകരണത്തിനായി 15 ലക്ഷം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിരിക്കുന്നതെന്നും ആ തുക കൊണ്ട് ഒരു റോഡ് പോലും മുഴുവൻ നവീകരിക്കാൻ സാധിക്കുന്നില്ല എന്നും NK ജയരാജൻ പറഞ്ഞു. ഇത് നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വെറും 11 ലക്ഷം രൂപയാണ് ഒരു വാർഡിലെ റോഡുകൾ പൂർത്തിയാക്കുന്ന നിർമ്മാണം. പുതിയതായി റീടാർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പാച്ച് വർക്ക് ചെയ്യണമെങ്കിലോ പാച്ച് വർക്ക് ചെയ്യാനൊന്നുമില്ല. കാരണം ഇപ്പോൾ കുഴികളല്ല, മൊത്തം റോഡിലെ ടാറുകളെല്ലാം പല ഭാഗത്തും ഒലിച്ചു പോയ അവസ്ഥയെ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ പദ്ധതിയിൽ നീക്കി വെച്ചിട്ടുള്ള 11 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഗരസഭയിലെ ഈ പ്രദേശത്തെ ഓരോ വാർഡിലേക്കും ഒന്നും ആവാത്ത അവസ്ഥയാണുള്ളത്. 11 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ യാതൊന്നും ആവില്ല. മാത്രമല്ല അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല, പദ്ധതി എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ ഇത് വലിയ കെടുകാര്യസ്ഥതയാണ്. തെരുവുവിളക്ക് പരിപാലിക്കുന്നതിലും നഗരസഭ വീഴ്ച വരുത്തിയെന്നും പരാതികളേറെ ഉണ്ടെങ്കിലും ഇതിന് പരിഹാരം കണ്ടെത്താൻ നഗരസഭ ശ്രമിച്ചില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് കാരണം പല വാർഡുകളിലും സാമൂഹ്യ വിരുദ്ധരുടെ അടക്കം പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. നഗരസഭയിലെ വഴിവിളക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും മഴ ചാറിക്കഴിഞ്ഞാൽ ഒരു 6 മണി 6:30 മണിയോട് കൂടിയിട്ട് ഒറ്റപ്പാലം മൊത്തം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ഇരുട്ടാണ്. വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ എല്ലാ കാലത്തും ഇവിടെ കൃത്യമായി നടക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. എല്ലാ പതിറ്റാണ്ടുകളായിട്ട് ഇതേ പരാതികളുമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ ഇന്ന് വരെ ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഭരണസമിതിക്കും അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പല വാർഡുകളിലും വലിയ രീതിയിൽ ഇരുട്ടിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, മോഷ്ടാക്കളുടെ ശല്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഭരണസമിതിക്ക് ബോധ്യമാവുന്നില്ല എന്നും ഇതിനെതിരെ വലിയ ജനപ്രതിഷേധം ഉണ്ടെന്നും NK ജയരാജൻ പറഞ്ഞു. ഇതൊന്നും ഏത് രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും നമ്മുടെ നഗരസഭാ ഭരണസമിതിക്ക് അത് ബോധ്യമാവുന്നില്ല. അവർ പണ്ടത്തെ ചങ്ങല തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം, വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്.